ചിത്തി. ഗുഡ് മോർണിംഗ്. ആ രണ്ടുപേരും ഉണ്ടല്ലോ രാവിലെ തന്നെ. പിരിവിന് ഇറങ്ങിയതാണോ? ഛേ, ഞങ്ങൾക്ക് ചിത്തിയുടെ കയ്യിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോഫി കുടിക്കണം, പിന്നെ മ്യൂസിക് ഡയറക്ടറെ കാണണം, കമ്മീഷൻ വാങ്ങണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. എന്നോട് തന്നെ വേണോ ഈ സോപ്പ്? ഒരിക്കലും കുളിക്കാത്ത എവന്റെ എവിടെ നിന്ന് ചിത്തി സോപ്പ്? ഏയ്, പിന്നെ ചിത്തി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അവൻ പറഞ്ഞു വെള്ളം ഇറക്കാറുണ്ട്. ആണോ? ഇതങ്ങ് തുടച്ചാളെ. ഇനിയിപ്പോ ആ വെള്ളം ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഇവിടെ എല്ലാവർക്കും വ്രതവാ. വെറുതെ പൊക്കി അടിച്ച വേസ്റ്റായി. അല്ല, നിങ്ങളീ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആരാ? ബെസ്റ്റ്. ചിത്തിയുടെ മുമ്പിൽ നിൽക്കല്ലേ, ഇതാരെന്നാ വിചാരം? ഭാവിയിലെ ഇളയരാജയാണ്. നീ ആവശ്യമില്ല ആ പുള്ളിയുടെ പേരൊന്നും പറയല്ലേ. അവസാനം ആ പുള്ളി അതിന് റോയൽറ്റി ചോദിക്കും. താൻ മ്യൂസിക് കമ്പോസർ ആണോ? സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യ സിനിമയുടെ കമ്പോസിംഗ് നടക്കാണ്. അതിന് പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് ഇവരെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പാട്ടൊക്കെ സെറ്റ് ആവുമ്പോ ഞങ്ങളെ കേൾപ്പിച്ചു. പിന്നെന്താ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? സാർ എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഉറപ്പായിട്ടും പറയാം സാർ. ആ, നിങ്ങളോട് നിൽക്ക്, ഞാൻ ക്യാഷ് എടുത്തിട്ട്. ശരി, ഓക്കെ. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. ശരിടാ, ഓക്കെ, ആയിക്കോട്ടെ. അളിയ പുള്ളിക്ക് ഏത് പമ്പൂസിലാണ് ജോലി? എടാ, പമ്പ് ഹൗസ് അല്ല, കമ്പോസിംഗ്. പാട്ട് കമ്പോസ് ചെയ്യൂലേ? അങ്ങനെ